അസ്സലാമു അലൈക്കും. ഈ ദുനിയാവല്ല നമുക്ക് വിധിച്ചത്, മറിച്ച് ആഖിറത്താണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ജീവിതത്തെക്കുറിച്ച് ആരും മറക്കരുത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകം അതിൻ്റെ കൊഴുപ്പും തിളക്കവും നമ്മെ പിടിച്ചു നിർത്തുന്നു. ഇതാണ് എല്ലാം എന്ന് നമ്മൾ ഏറെ പേർ വിചാരിക്കുന്നു. പക്ഷെ സത്യത്തിൽ ഈ ദുനിയ താൽക്കാലികം മാത്രമാണ്. ആഖിറത്താണ് അവർ ഫൈനൽ ആൻഡ് ഫോർ അവർ ഹോം. ദുനിയാവ് ഒരു പരീക്ഷാ ഹാളാണ്. ദുനിയാവാകുന്ന ഈ ഒരു പരീക്ഷാ ഹാളിൽ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. അതുപോലെ വിശ്വാസിയുടെ കണ്ണ് എപ്പോഴും ആഖിറത്തിലായിരിക്കണം. ഖുർആനിലൂടെ പറയുന്നു, ഈ ലോകം ഒരു കളി മാത്രമാണ്, എന്നാൽ ആഖിറത്താണ് യഥാർത്ഥ ജീവിതം. നമ്മളിവിടെ എത്ര നാളുണ്ടാകും? ആർക്കും അത് നിർണ്ണയിക്കാൻ ആവില്ല. കാരണം അതിനിടെ നമുക്കറിയില്ല മരണം എപ്പോഴാണെന്ന്. പക്ഷേ ആഖിറത്ത് എത്ര നാൾ, അവിടുത്തെ ജീവിതമെന്നത് എന്നേക്കുമുള്ളതാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ ഒട്ടനവധി കാര്യങ്ങളില്ലേ. ആഖിറ മറന്നാൽ ദുനിയാവ് ഡേഞ്ചറസ് ആകും. ഇൻസ്റ്റാഗ്രാം, റീൽസ്, ഫാഷൻ, എൻ്റർടൈൻമെൻറ്റ് ഇവയിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ആഖിറത്ത് എന്നത് ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ അധികം കയറുമ്പോഴാണ് പ്രശ്നം. ദുനിയാവിനെ എപ്പോഴും കയ്യിൽ വച്ചിരിക്കുക, ഒരിക്കലും ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. നാം നമ്മുടെ സന്തോഷം ഒരിക്കലും ദുനിയാവിന് വേണ്ടി ആയിരിക്കരുത്. കാരണം ഇവിടത്തേക്കുള്ള സന്തോഷവും ഇവിടത്തേക്കുള്ള ശാന്തതയും ഒരിക്കലും ആഖിറത്തിലേക്കുള്ളതല്ല. ആഖിറ ടാർഗറ്റ് ചെയ്ത് ജീവിക്കുക, ദുനിയാവ് അതിനേക്കുള്ള ഒരു വഴിയായി മാത്രം കാണുക. അതിനായി ചില മാർഗങ്ങളുണ്ട്. 5 നേരത്തെ നമസ്കാരം, മറ്റുള്ളവരെ സഹായിക്കുക, ലളിതമായ ജീവിതരീതി തിരഞ്ഞെടുക്കുക, സ്വതക്ക ചെയ്യുക, ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുക, എപ്പോഴും ക്ഷമ കൈക്കൊള്ളുക. ഒരാൾ ആഖിറ ലക്ഷ്യമാക്കിയാൽ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അതിനായി വഴിമാറും. ഖുർആനിലൂടെ അള്ളാഹു നമ്മെ സ്ഥിരമായി ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറ സിൽസാൽ, സൂറ കാരിയ, സൂറ റഹ്മാൻ തുടങ്ങിയ സൂറത്തുകളിലൂടെ നമുക്കിത് കാണാം. പറ്റുമെങ്കിൽ ദിവസവും ഈ സൂറ പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താൻ സാധിക്കും. തീർച്ചയായും ആഖിറത്തിൽ അവിടെ നിങ്ങളുടെ ഓരോ വാക്കിനും കാഴ്ചയ്ക്കും ഈവൻ സ്ക്രോളിനും കണക്ക് പറയേണ്ടതുണ്ട്. ആഖിറത്തിനായി ഒരിക്കലും വൈകരുത്. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പിന്നീടൊരിക്കലേക്ക് മാറ്റിവെക്കരുത്. പിന്നീടൊരിക്കൽ അള്ളാഹുവിലേക്ക് തിരിയാം എന്ന് പറയരുത്. ആർക്കും അറിയില്ല നമുക്കിനി എത്ര സമയം ബാക്കിയുണ്ടെന്ന്. മരണം വരും മുമ്പ് ആഖിറയുടെ പാത തിരഞ്ഞെടുക്കുക. ദുനിയാവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ എത്ര ഒതുങ്ങിപ്പോയാലും അവസാന ദിവസം നമുക്ക് തോന്നും, എന്തിനു വേണ്ടി ഞാൻ ആ സമയം മുഴുവൻ ചെലവഴിച്ചു. ഒരു സത്യവിശ്വാസിയുടെ കണ്ണ് ദുനിയാവിലായിരിക്കുമ്പോഴും ഹൃദയം എപ്പോഴും ആഖിറത്തിലായിരിക്കണം. നാം എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, യാ അല്ലാഹ്, ഈ താൽക്കാലിക ലോകത്തിൽ ഞാൻ എന്തു ചെയ്യുന്നതും നിന്റെ സന്തോഷത്തിനായി ആക്കണമേ. ജന്നത്തിൽ എത്താൻ വേണ്ടി എൻ്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും നീ പുണ്യമേറിയതാക്കണമേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.